മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. തൊഴുപ്പാടം ശ്രീ വേട്ടേക്കാരൻ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഭഗവതിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠാകർമ്മങ്ങൾ ജനുവരി 20, 21 തീയതികളിലായി നടക്കും. തൊഴുപ്പാടം ശ്രീ വേട്ടേക്കാരൻ ക്ഷേത്രത്തിൽ നാളെയും മറ്റന്നാളുമായി ജനുവരി 20, 21 ദിവസങ്ങളിൽ ഭഗവതിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 2012 ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണ പ്രകാരം ഇവിടെ ഒരു വർഷത്തോളം, അതായത് 2012 ഒരു വർഷത്തോളം 13 വരെ ഒരു വീട്ടിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്ന് വിളക്ക് എത്തിക്കുമായിരുന്നു. ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. 13ലേക്ക് ഞങ്ങൾ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇവിടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല. കാണിപ്പേര് അദ്ദേഹത്തിൻ്റെ ശ്രമം ഇവിടെ വന്ന് എല്ലാം പിന്നെ ദേവപ്രശ്നം വെച്ചു. കുറ്റനാട് രാവണിപ്പണിക്കരാണ് ദേവപ്രശ്നം വെച്ചത്. ദേവപ്രശ്നം വെച്ച് ഇതെല്ലാം ഭംഗിയാവും, പക്ഷേ സാവധാനം ആവുള്ളൂ എന്ന് പറഞ്ഞത്. ഇവിടെ ദേവിയുടെ ഒരു പ്രതിഷ്ഠ ചെയ്യണം. ദേവിയുടെ പ്രതിഷ്ഠ പണ്ട് ഒരു ബ്രാഹ്മിൺസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഭാരോ ആയിട്ട് അവിടെ വെച്ചു, ഭാരോ അന്നത്തെ കാലത്ത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വരെ വിളക്ക് എത്തിച്ചാണ് ഇവിടെ എല്ലാ വർഷവും ഈ താലപ്പൊലി നടത്താറുള്ളത്. പിന്നെ പുനഃപ്രതിഷ്ഠ 2013 2013 ഞങ്ങൾ പുനഃപ്രതിഷ്ഠ ചെയ്തു. പുനഃപ്രതിഷ്ഠ ചെയ്ത് ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തി വന്ന് ഈ സ്റ്റേജ് വരെ എത്തി. പിന്നെ ഇദ്ദേഹം കഴിഞ്ഞ വർഷം തൊട്ട് മനോജാണ് പ്രസിഡന്റ്. അദ്ദേഹം വന്ന് പിന്നെ നാട്ടുകാരൊക്കെ ഒന്നുകൂടെ ശ്രമപരമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഞങ്ങളുടെ വഴിപാടായിട്ടാണ് ദേവീക്ഷേത്രം, അദ്ദേഹത്തിൻ്റെ വഴിപാടായിട്ട് ഗണപതി ക്ഷേത്രം സ്റ്റേജും കെട്ടി പിന്നെ നാട്ടുകാരുടെ ശ്രമപരമായിട്ട് ഇത്രയൊക്കെ എത്തിച്ചു. ഇനിയും ബാക്കി കുറേ പ്രവർത്തനങ്ങളുണ്ട്. എന്ന് നാട്ടുകാരുടെ സഹകരണം ഇനി അനിവാര്യമാണ്. ഇപ്പം ഇങ്ങോട്ടും എല്ലാം ഭംഗിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ 20-ാം തീയതി വൈകിട്ട് ഞങ്ങൾ ദേവീക്ഷേത്രത്തിൻ്റെ താക്കോൽദാനം ഞാൻ നിർവഹിക്കുന്നുണ്ട്. 21 ഗണപതിയുടെ 2 21-ാം തീയതി പുനഃപ്രതിഷ്ഠയാണ്. പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവി വിഗ്രഹം അവിടെ ഉണ്ടല്ലോ, അതിനെ ഇവിടെ കൊണ്ടുവന്ന് ആചാരപ്രകാരം ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞ് 24-ാം തീയതിയാണ് വേട്ടേക്കരൻ്റെ പുനഃപ്രതിഷ്ഠ വരുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ അടുത്ത താലപ്പൊലി ഡിസംബറിലാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ചുറ്റുപാട്. ദേവി സമേതനായി ഗണേശനോടൊത്ത് കാരുണ്യം ചൊരിഞ്ഞു നിൽക്കുന്ന ശ്രീ വേട്ടേക്കരൻ ഭഗവാനെ വണങ്ങി സായുജ്യം അടയാനുള്ള ദേശവാസികളുടെ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ടാണ് 1201 മകരം 6, 7 തീയതികളിൽ ഈ പുണ്യകർമ്മങ്ങൾ നടക്കുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമുള്ള ഈ പ്രതിഷ്ഠാ ചടങ്ങുകളിലും തുടർന്ന് ജനുവരി 24 പൂർവാധികം ഭംഗിയായി കൊണ്ടാടുന്ന ശ്രീ വേട്ടേക്കരൻ പ്രതിഷ്ഠ മഹോത്സവത്തിലും പങ്കുചേർന്ന് ഭഗവാന്റെ അനുഗ്രഹം തേടാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ നിർലോഭമായി സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി അറിയിക്കുന്നതായും ചടങ്ങുകൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായും മനോജ് തോട്ടത്തിലും ബാലചന്ദ്രൻ നായരും അറിയിച്ചു. ശ്രീ വേട്ടേക്കര ചരണം 2024 മാർച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരത്വം ഏറ്റെടുക്കുന്ന 21 അംഗ കമ്മിറ്റി. അതിനുശേഷം ഞങ്ങൾ ഒരു 51 അംഗ കമ്മിറ്റി രൂപീകരിച്ചു, അത് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷമാണ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത് പുതിയതായിട്ട്. അതിന് മുന്നേ പ്രസിഡൻ്റായിരുന്ന ശ്രീ ബാലേന്ദ്രേട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു, വേട്ടേക്കരൻ്റെ പ്രതിഷ്ഠയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇപ്പോൾ ബാക്കി നമുക്ക് എല്ലാത്തിനും സ്പോൺസേഴ്സാണ്. ഓരോ കട്ട ഇവിടെ വെച്ച ഒരു കട്ടയ്ക്കും ഒരു ഇതിനടക്കം സ്പോൺസേഴ്സാണ്. എല്ലാ ജനങ്ങളുടെയും, ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥനയും അവരുടെ കൈയൊഴിഞ്ഞ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും അത് കൂടുതൽ ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്, ഇത് ചെയ്യുന്നു. ബാക്കി ഈ സ്റ്റേജ് സ്പോൺസർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. വിഘ്നേശ്വരൻ്റെ ഒരു അമ്പലം ഞാൻ സ്വന്തമായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൽത്തറ ചെയ്തിരിക്കുന്ന അനിയൻ നായർ തൊഴുപ്പാടം, അദ്ദേഹത്തിൻ്റെ മകനാണ്. ബാക്കിയുള്ളത് എന്താണെന്ന് പറയാം, ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ വിളക്കുകല്ല് തന്നിട്ടുണ്ട്, അത് രമ്യ സിബിനാണ്. ഇതും വിളക്കല്ല് തന്നിരുന്ന അദ്ദേഹം തന്നെയായിരുന്നു. അങ്ങനെ ഓരോന്നിനും സ്പോൺസേഴ്സ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് ഇൻ്റർലോക്ക് വിരിക്കാൻ വേണ്ടിയിട്ട് തൊഴുപ്പാട കൈപ്പുള്ളി അവരുടെ സഹായത്തോടു കൂടി, ബാക്കി ഇൻ്റർലോക്ക് എല്ലാത്തിനും ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ എനിക്കൊരു അപേക്ഷ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാം തീയതി വൈകുന്നേരം തൊഴുപ്പാട സെൻറ്ററിൽ നമ്മൾ തേരിലേറ്റിയിട്ടാണ് വിഘ്നേശ്വരൻ്റെ വിഗ്രഹവും ദേവിയുടെ വിഗ്രഹവും അവിടുന്ന് കൊണ്ടുവന്ന് 6:30 മണിയാകുമ്പോൾ ഇവിടെ അമ്പലത്തിൽ എത്തിച്ചേർന്ന് ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്ത് ഭഗവാന് സമർപ്പിക്കാനാണ് രണ്ടുപേരുടെയും തീരുമാനങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ തായമ്പൊകയുണ്ട്, അന്നദാനം 3 നേരം അന്നദാനം 21-ാം തീയതി ഫുള്ളും ഉണ്ട്,
24-ാം തീയതി ഫുള്ള് 3 നേരം അന്നദാനം ഉണ്ട്. എല്ലാവരും സഹായത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളും സഹായിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CCV ന്യൂസ് ചേലക്കര.